പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെ പൂർണ്ണമായും നൽകിക്കൊണ്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാനുള്ള ഈ വലിയ ഭാഗ്യം ലഭിച്ചതിനോട് നമുക്ക് നന്ദി പറയാം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഈരടികൾ പാടാം. ആരാധന 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 അങ്ങേക്ക് ആരാധന. കൈകൾ കൂപ്പി ആരാധന 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 അങ്ങേക്ക് ആരാധന. കുമ്പിട്ട് ആരാധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ സക്രാരികളിലും നമ്മെ കൊതിയോടെ കാത്തിരിക്കുന്ന ഓരോ ദിവസവും തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാത സൂര്യനായ ഈശോയുടെ വരവേൽപ്പിനായിട്ട് ജ്ഞാനികളെ ഒരുക്കുന്ന ഒരു നക്ഷത്രത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ വഴിയിൽ അവർക്ക് വെളിച്ചം നൽകാൻ എല്ലാത്തിൻ്റെയും അതിനാഥനായ സകലത്തിൻ്റെയും പ്രതാപവാനായ ഈശോയുടെ ദിവ്യജനനത്തിന് വഴികാട്ടിയായി വന്ന നക്ഷത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 9 നമ്മൾ വായിക്കും, കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു.
അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. സകലത്തിൻ്റെയും നാഥനായ ഈശോയുടെ വരവിന് ആ നക്ഷത്രം വഴികാട്ടിയായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ക്രിസ്മസിലേക്ക് അല്ലെങ്കിൽ ഈശോയിലേക്കുള്ള ഒരു നുറുങ്ങുവെട്ടമായിട്ട് ഒരു നക്ഷത്രം അല്ലെങ്കിൽ പല പല നക്ഷത്രങ്ങൾ നമ്മളെ നമ്മുടെ വഴികളിൽ നമുക്ക് മുൻപേ ഒരുപക്ഷെ നീങ്ങിയിട്ടുണ്ടാകണം. ഒരുപക്ഷെ ചില വ്യക്തികളുടെ രൂപത്തിൽ ചില സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പലരിലൂടെയും അനുവദിച്ചു തന്നിട്ടുണ്ട്. ഒരു നക്ഷത്രം പോലെ നമ്മളെയും ഈശോയിലേക്ക് അടുപ്പിക്കുന്ന, ഈശോയിലേക്ക് വഴി കാട്ടുന്ന നക്ഷത്രങ്ങൾ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അത്രയും നക്ഷത്രങ്ങളെ നമുക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന നക്ഷത്രങ്ങളായി മാറിയവർ. ഒരു പക്ഷേ നമ്മളോട് വചനം പറഞ്ഞൊരു വ്യക്തിയാകാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാവാം. നമുക്ക് മാമോദീസ നൽകിയ വൈദികനാകാം. നമ്മളെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കിയ ഒരു സന്യസ്തിയോ ഒരു സമർപ്പതിയോ ആകാം. നമുക്ക് കൂദാശകൾ നൽകിയ ഒരു വൈദികനാകാം. നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു വേദോപദേശം അധ്യാപകനോ അധ്യാപികയോ ആകാം. നമ്മുടെ ജീവിതത്തിലെ താളപ്പിഴകൾ കണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവേഗം കണ്ട് ഒരുപക്ഷെ നമ്മളെ നിയന്ത്രിച്ച ഒരു വ്യക്തിയാവാം. ഒരുപക്ഷെ നമ്മളെ ധ്യാനത്തിനായിട്ടൊക്കെ പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാവാം. നമ്മുടെ മാതാപിതാക്കളാകാം, ഗുരുഭൂതരാകാം, സഹോദരനോ സഹോദരിയാകാം, ഒരുപക്ഷെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആകാം, നല്ലൊരു അധ്യാപകനാകാം. ആ വ്യക്തികളെ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ നല്ല പാഠങ്ങൾ നൽകാൻ, ഈശോയുടെ സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ആ വ്യക്തികളെ നമുക്കൊന്ന് ഓർക്കാം. അവരിലൂടെയാകാം ഒരുപക്ഷെ നമ്മൾ ദൈവസ്നേഹത്തെ അറിഞ്ഞത്. അവരെ പ്രതി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിലും ഒരു നക്ഷത്രമാകാൻ, ഈശോയ്ക്കുള്ള വഴികാട്ടിയാകാൻ നമ്മെ അനുവദിച്ച, നമ്മളെ സഹായിച്ച ആ ഒരു വ്യക്തിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ഒരു കൃപയുടെ സമയം ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരായിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളെ സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തെ സമർപ്പിക്കാം. ജോലി മേഖലകളെ സമർപ്പിക്കാം. അവരുടെ വേദനകളെ, പ്രയാസങ്ങളെ സമർപ്പിക്കാം. അവരുടെ ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കാം. അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കാം. സ്നേഹിച്ചോയെ ഒത്തിരി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം മറ്റൊരാളുടെ ജീവിതത്തിൽ നക്ഷത്രങ്ങളായി മാറിയിട്ടും ഒരുപക്ഷെ അവരാൽ തന്നെ അപമാനിക്കപ്പെട്ടവരുണ്ട്, അവരാൽ തന്നെ തള്ളിപ്പറയപ്പെട്ടവരുണ്ട്, അവരാൽ തന്നെ കുറ്റം വിധിക്കപ്പെട്ടവരുണ്ട്, അവരാൽ തന്നെ ചെളിവാരി എറിയപ്പെട്ടവരുണ്ട്. അത്തരം വ്യക്തികളെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. അതിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദനകൾ തന്നവർ, നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടും, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും, അവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും, നമ്മളെ തന്നെ മറന്ന് പലതും ചെയ്തിട്ടും
നമുക്ക് അത്രമാത്രം വേദന തന്ന വ്യക്തികളെ നമുക്കൊന്നൊരു ഓർക്കാം. ഈ ഒരു കൃപയുടെ സമയത്ത് കർത്താവെ, എന്നെ അനുഗ്രഹിച്ച, എന്നെ സഹായിച്ച, വഴി നടത്തിയ വ്യക്തികളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം എനിക്ക് വേദനകൾ തന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈശോയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും